ഹലോ ഗൈസ്, അപ്പോൾ പഴനിക്ക് പോയ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഇറങ്ങുന്ന സമയത്തേക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വെറും വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തത്. വേറെ ഒന്നല്ല, നമുക്ക് കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ 2 മണിക്കൂറുണ്ട് പഴനിക്ക് ട്രാവൽ. പോകുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവർ എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഇങ്ങനെ പോവാറുണ്ട്. കാവടി, പാൽക്കുടം ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കയറുക. അപ്പോൾ പാൽക്കുടം കാവടിയൊക്കെ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ നേർച്ചയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും പോകാറുണ്ട്. ഇങ്ങനെ പല കയറാറ്, അതൊക്കെ വെച്ചിട്ടാണ് കയറാറ്. എനിക്ക് അധികം വോയിസ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം നല്ല ചുമയുണ്ട്. അപ്പം അധികമായിട്ട് സൗണ്ട് ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മുറുകി പിടിച്ചിട്ട് ചുമ വരും കേട്ടോ. കുത്തുന്ന ചുമയായിരിക്കും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ചുമയുടെ ജാനിലൂടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും അവരെ അപ്പനെ അമ്മയെ വിളിക്കാറുണ്ടെങ്കിലും ഇന്നലെയാണ് അവർക്ക് പോകാനുള്ള, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇന്നലെയാണ് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോൾ ഫാമിലി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിചയങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. മാത്രമല്ല ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. കാരണം അവിടെ ഇരുന്നു, ബട്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. അവരുടെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വന്നു. അപ്പോൾ അതാണ് ഇന്നലെ. പിന്നെ ഇന്നലെ ഞാൻ ജാൻവി തങ്കത്തൊട്ടിൽ, അതായത് ഗോൾഡൻ ക്രാഡിൽ ഇതിൽ കിടത്തുന്നൊരു ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അവിടെ ക്യാമറമാനെ വിളിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അധിക പേർക്കും ഈ തങ്കത്തൊട്ടിലിനെ കുറിച്ച് എന്താണ്, അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ തന്നെ ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. സോ അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ടത്. കാരണം നമ്മൾ ദർശനം കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങുന്ന ഒരു സൈഡിൽ തന്നെ തങ്കത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പം അവിടെ പോയിട്ട് ഒരു 300 രൂപയുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ആ തൊട്ടിൽ കിടത്താവുന്നതാണ്. അപ്പം ഇന്നലെ കിടത്തിയ ഇങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടും. സെപ്പറേറ്റ് 150 രൂപയാണ് ഈ ഒരു സൈസ് ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഫോട്ടോ കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും കേട്ടോ. അപ്പം ഇതാണ് ഒരു ഫോട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവവും തൊട്ടിലും ഒക്കെ ഗോൾഡാണ് കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കുട്ടികളെ ഒരു സ്വർണത്തിൻ്റെ തൊട്ടിലൊക്കെ കിടത്താൻ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ കിടക്കാൻ കഴിയുള്ളൂ അല്ലേ, ഇരിക്കാനും കിടക്കാനൊക്കെ കഴിയുള്ളൂ. സോ ആ ഒരു ഭാഗ്യം. അങ്ങനെ അപ്പോൾ നമ്മൾ 2 ഫോട്ടോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ജാൻവിയുടെ ഒരു സിംഗിളും, പിന്നെ ഒരെണ്ണം ഈ ഒരു ഫാമിലി ഫോട്ടോ. എത്ര പേർക്ക് വേണമെങ്കിൽ 3 പേര് പറയണമെങ്കിലും എല്ലാവരും ഫാമിലിയൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നലെ ഫോട്ടോ ഇട്ടപ്പം കുറേ പേര് ചോദിച്ചു പ്രീ ബുക്കിംഗ് ചെയ്യണോ, അവിടെ എവിടെയാണ് ഈ സ്ഥലം എന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. കാരണം ഇവിടെ ഉള്ളവർക്ക് തന്നെ അധികം പേർക്കും ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല. സോ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സൈഡിൽ തന്നെയാണ് ഈ ഒരു തങ്കത്തൊട്ടിൽ രജിസ്ട്രേഷൻ്റെ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ കയറാം. 300 രൂപ. ഫസ്റ്റ് ടൈം 1500 ഒക്കെ ആയിരുന്നു. ഇപ്പം ഒരു റേറ്റ് കുറച്ച് തന്നു. 300 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടീനെ കിടത്തിയിട്ടൊക്കെ വരാം. സോ അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ പോയ സമയത്ത് ഇപ്പം പഴനി പോയ പഞ്ചാമൃതം വാങ്ങാണ്ട് ആരും വരില്ല അല്ലേ. എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ തൊട്ടിൽ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് 2 ബോട്ടിൽ പഞ്ചാമൃതം കൂടി തരും കേട്ടോ. സോ അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. പിന്നെ നമുക്ക് ആ ചേട്ടൻ ഇന്നാണ് നമ്മളെ വീട്ടിലോട്ട് വന്നിട്ട് ഇന്നലത്തെ പഞ്ചാമൃതം, ഇതാണ് പഞ്ചാമൃതം. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പഞ്ചാമൃതം എന്ന്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് പഴനിയിലൊരു ബോട്ടിലാണല്ലോ പച്ച സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ബോട്ടിൽ നിന്നാണ് പഞ്ചാമൃതം പൊതുവെ കിട്ടാറ്. പക്ഷെ ഇത് പ്യുവർ ഓർഗാനിക് പഞ്ചാമൃതം. ഇത് അവർ തന്നെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു ചേട്ടൻ്റെ കൂടെയാണ് പോയതെന്ന്. അപ്പം അവരുടെ ഫാമിലി പ്യുവർ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പഞ്ചാമൃതമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് അവിടെ പോയ സമയത്ത് വലിയൊരു ഉരുളി എന്നൊക്കെ പറയാൻ പറ്റില്ല, വലിയൊരു പാത്രത്തിലാണ് ഈ ഒരു പഞ്ചാമൃതം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ. അവർ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാറ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് അവർ ഒരു കാലത്തെ വീട്ടിൽ വന്നിട്ട് തന്ന പഞ്ചാമൃതമാണ് കേട്ടോ ഇത്.
പഴം, ബ്രൗൺ ഷുഗർ, പിന്നെ പല കൽക്കണ്ടം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർ. അങ്ങനെ ജാൻവിക്ക് കുറേ നേരം ചോദിക്കും, ജാൻവിക്ക് കുറച്ച് എടുത്തു കൊടുക്കട്ടെ. പഞ്ചാമൃതം ഉണ്ടാക്കാൻ തന്നെ അവർക്ക് ഒരു 50,000 രൂപ ചിലവുണ്ടെന്നൊക്കെ ആയിട്ട് അവർ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. പിന്നെ പറഞ്ഞു 1 വർഷം വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നും ആവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പഴനിയിൽ പോയിട്ട് കുറേ പഞ്ചാമൃതം കഴിച്ചിട്ടുണ്ടെങ്കിലും പ്യുവറായിട്ടുള്ള പഞ്ചാമൃതം ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് എസൻസ് ഒക്കെ ചേർക്കുന്നതാണ് അവർ പറഞ്ഞത്. എസൻസ് ഒന്നും ചേർക്കാത്ത ഒരു പഞ്ചാമൃതമാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം ഇതിൽ എനിക്ക് എങ്ങനെ ഒരു ഫുഡിന് ടേസ്റ്റ് പറയണമെന്ന് അറിയില്ല. ബിക്കോസ് നമുക്ക് അതിൽ പഴമൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് കടിക്കാൻ കഴിയുന്നുണ്ട്. ആ കടിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ മാറുന്നുണ്ട്. എനിക്കൊരു നമ്മൾ കലശ വെള്ളമൊക്കെ കിട്ടുന്ന സമയത്തുള്ള ഒരു ടേസ്റ്റൊക്കെ ഇല്ല, ആ ടേസ്റ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് കേട്ടോ നന്നായിട്ടുണ്ട്. അത്രത്തോളം മധുരം എന്ന് പറയാനില്ല, ബട്ട് നന്നായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ബാക്കി എല്ലാവരും വരാണ്ട് അവർക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് അവരും കൂടി ടേസ്റ്റ് ഒക്കെ പറയണതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത്. പിന്നെ അവർ പ്യുവർ ഓർഗാനിക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കഴിക്കാനൊക്കെ. സോ ഇതാണ് നമ്മുടെ പഴനി വിശേഷങ്ങൾ. അപ്പോൾ മെയിനായിട്ട് ഞാൻ വന്നത് നിങ്ങൾക്ക് ഈ തങ്കത്തൊട്ടിലിനെ കുറിച്ച് പറഞ്ഞു തരാനും മാത്രമല്ല പഞ്ചാമൃതം കാണിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ദർശനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെ വീട്ടിലോട്ട് തിരിച്ചെത്തി. പിന്നെ ജാൻവീനെ മുട്ടയടിപ്പിച്ച് എന്തേ കുട്ടിയെ കൊണ്ടുപോയിട്ട് മുട്ട അടിപ്പിച്ചില്ല എന്ന് ചോദിച്ചു. ജാൻവി നമ്മൾ ഫസ്റ്റ് ടൈം ഒരു മുട്ട അടിപ്പിച്ചതാണ്. പിന്നെ രണ്ടാമതൊരു മുട്ട നമ്മളൊരു ഏപ്രിൽ മാസമാണ് അടിച്ചു കഴിയണത്, രണ്ടാമതൊരു മുട്ട. പിന്നെ ഓണമല്ലേ വരുന്നത്, അപ്പോൾ മുടിയിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് മുടി ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പോയപ്പോൾ ജാൻവി നമ്മൾ മുട്ട അടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. മുട്ട അടിക്കണ്ട, ശരി. അപ്പോൾ നമ്മുടെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ.